ഇത് ഒരു സെൽഫ് സഫിഷ്യൻറ്റ് മൾട്ടി പർപ്പസ് അഗ്രികൾച്ചറൽ തീം പാർക്കാണ്. ഇത് ഊർജ്ജ സംരക്ഷണത്തിനും അതേപോലെ തന്നെ വിനോദത്തിനും വിജ്ഞാനത്തിനും ഒരു ഉത്തമ ഉദാഹരണമാണ്. നമുക്കിവിടെ പാർക്കിലേക്ക് കടക്കാം. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഓപ്പൺ ജിമ്മ് കാണാൻ സാധിക്കും. അവിടെ പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി സെൻ്റർ ഉണ്ട്, സെക്യൂരിറ്റികൾക്ക് ഇരിക്കാനുള്ള സ്ഥലം. പിന്നെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിയുമ്പോഴത്തേനും ഇവിടെ പല മരങ്ങളൊക്കെ വളർത്തുന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നതാണ് ഒരു ഗാർഡൻ. ഇവിടെ പലതരത്തിലുള്ള ചെടികളും മരങ്ങളും ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു വാട്ടർ റിസർവർ കാണാം. ഇതിൽ മഴ പെയ്ത് അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ജലാശയങ്ങളിൽ നിന്നും വെള്ളം ശേഖരിച്ച് നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് ക്ലോറിനേറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ട ഊർജ്ജം ലഭിക്കുന്നത് ഈ വിൻഡ് മില്ലിൽ നിന്നും സോളാറിൽ നിന്നും ഒക്കെയാണ്. സോളാറിൽ നിന്ന് നമുക്ക് ആവശ്യമായ സൺലൈറ്റിൻ്റെ പ്രകാശത്തിൽ നമുക്ക് ഒരുപാട് എനർജി കിട്ടും. അതേപോലെ തന്നെ കാറ്റിൻ്റെ വേഗതയിൽ നമുക്ക് ഈ വിൻഡ് മില്ല് കറങ്ങി അതിൽ നിന്നും കുറേ ഊർജ്ജം കിട്ടും. ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിൽ നമുക്ക് പലതരത്തിലുള്ള കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഗ്രീൻ ഹൗസ് കാണാൻ സാധിക്കും. ഇത് ഇൻസ്റ്റലേഷനെ കടത്തിവിടുകയും ഇപ്പോൾ ഒരു ടെറസ്ട്രിയൽ റേഡിയേഷനെ പ്രിവെൻറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്തെ ടെമ്പറേച്ചർ ക്രമീകരിക്കുകയും അങ്ങനെ ഇതിനകത്ത് നമ്മുടെ ഈ കാലാവസ്ഥയിൽ വളരാത്ത ചെടികളെ മറ്റും വളർത്താനും നമുക്ക് സാധിക്കും. പിന്നെ ഇവിടെ വരുന്നവർക്ക് മറ്റും ഭക്ഷണം ആസ്വദിക്കാനായിട്ട് ഫുഡ് കോർട്ടും പിന്നെ വിത്തുകൾ മറ്റും വിൽക്കുന്ന സീഡ് ബാങ്ക് കാണാൻ സാധിക്കും. വർഷത്തിലൊരിക്കൽ ഈ ഒരു മൈതാനത്ത് വെച്ച് ഒരു പ്രകൃതിയെ പറ്റി ഒരു ബോധവൽക്കരണ ക്ലാസ്സും മറ്റും നടത്തുകയും മറ്റും ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാർക്ക് പോലിൻ്റെ ഇതേ മാതൃകയിൽ ഒരു പാർക്ക് അധികാരികളും മറ്റും ഉപയോഗിക്കുക അല്ലെങ്കിൽ കെട്ടുകയാണെങ്കിലും ഇത് ഊർജ്ജ സംരക്ഷണത്തിനും വിനോദത്തിനും വിജ്ഞാനത്തിനും വളരെ ഉപകാരപ്രദമായി.